നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്നത്. 2 വർഷത്തിനടുത്ത് അതെ, 21 മാസത്തിലേറെ അത്രത്തോളം. അതിനും പിന്നിലേക്ക് പോവാം. ഹെഡ്ഗേവാറിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ, ബ്രിട്ടീഷ് രാജ്ഞിക്കെതിരെ, ബ്രിട്ടീഷ് രാജാവിനെതിരെ നിരന്തരമായി പ്രസംഗിക്കുക, ബ്രിട്ടീഷ് പോലീസിനെതിരെ സമരം ചെയ്യുക, അതിന്റെ പേരിൽ മർദ്ദനത്തിനിരയാവുക, ഇല്ലെങ്കിൽ ലോക്കപ്പിൽ കിടക്കുക, കേസ് ചുമത്തപ്പെടുക, ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം വന്നത്. യുവത്വത്തിലേക്ക് വന്ന് വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കുട്ടിയായിരുന്ന, സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഹെഡ്ഗേവാർ നേരെ മാറുകയാണ്. അനുശീലൻ സമിതി എന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കക്കോരി കോൺസ്പിറൻസി കേസ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ, അതായത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദികളുടെ, അതായത് ഈ പറയുന്ന തീവ്രവാദ അനുഭാവമുള്ള, തീവ്രവാദ സ്വഭാവമുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സായുധ പോരാട്ടം നടത്തുന്ന ആൾക്കാരുടെ സംഘത്തിനൊപ്പമായിരുന്നു ഹെഡ്ഗേവാർ എന്നുള്ളതാണ്.